മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. കേരള കയറ്റിറക്ക് ആക്ട് 2002 കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ഇന്ന് വളരെ വ്യാപകമായി ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമം വളരെ പ്രസക്തമാകുന്നുണ്ട്. ഈ നിയമം പ്രവൃത്തികളുടെ തരത്തെക്കുറിച്ചും തൊഴിലാളികളുടെ അർഹതയെക്കുറിച്ചും തൊഴിലുടമകളുടെ അവകാശങ്ങളെക്കുറിച്ചും കൂലിയെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചും ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. കയറ്റിറക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗാർഹികവും ഗാർഹികേതരവുമായ 2 മേഖലകളെയും ഇത് ചർച്ച ചെയ്യുന്നു. ചരക്കുകളുടെയും സാധനങ്ങളുടെയും കയറ്റിറക്കും കയറ്റിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട ബലാത്കാരമായതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ഇത് നിരോധിക്കുന്നു. ക്രിമിനൽ പ്രോസിക്യൂഷൻ ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഈ നിയമനിർമ്മാണത്തിലെ വ്യവസ്ഥകൾ വളരെ ശക്തമായി നിലനിൽക്കുന്നതിനാൽ ക്രിമിനൽ നടപടി നിയമങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ പങ്കാളികളാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമുക്ക് ഈ നിയമത്തിലെ ചില പ്രധാനപ്പെട്ട വസ്തുതകളെക്കുറിച്ച് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗാർഹിക ആവശ്യമെന്നും ഗാർഹിക ഇതര ആവശ്യമെന്നും. എന്താണ് ഗാർഹിക ആവശ്യം? ഗാർഹിക ഉപയോഗത്തിന് വേണ്ടിയുള്ള ഫർണിച്ചറിൻ്റെയോ വ്യക്തിഗത വസ്തുവകകളുടെയോ മറ്റു ഗൃഹോപകരണങ്ങളുടെയോ കയറ്റിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള സ്ഥലം മാറ്റിക്കൊണ്ടു പോകലിനെയാണ് നമ്മൾ ഗാർഹിക ആവശ്യം എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി മരങ്ങളും തടികളും മുറിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ തന്നെ ഈ ഗാർഹിക ആവശ്യത്തിലാണ് പെടുന്നത്. പഴയ കെട്ടിട സാമഗ്രികളുടെയോ ഉപകരണങ്ങളുടെയോ കയറ്റിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള പൊളിച്ചുമാറ്റലും ഇടിച്ചു നിരത്തലും ഒക്കെ തന്നെ ഗാർഹിക ആവശ്യത്തിൽപ്പെടുന്നു. വ്യക്തിഗത ഉപയോഗത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളെ മാറ്റിക്കൊണ്ടുപോകലും കയറ്റിക്കൊണ്ടുപോകലും ഗാർഹിക ആവശ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാർഷിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാർഷിക ഉൽപ്പന്നവും അസംസ്കൃത വസ്തുക്കളും കൃഷിക്ക് ഉപയോഗിക്കുന്ന വിഭവങ്ങളും ഉപകരണങ്ങളും അല്ലെങ്കിൽ കാർഷിക യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുടെ മാറ്റിക്കൊണ്ടുപോകലും ഗാർഹിക ആവശ്യത്തിൽപ്പെടുന്നു. ഇനി എന്താണ് ഗാർഹിക ഇതര ആവശ്യം? വ്യാവസായികമോ കാർഷികമോ അല്ലെങ്കിൽ വാണിജ്യപരമോ ആയ ആവശ്യങ്ങളെ നമ്മൾക്ക് ഗാർഹിക ആവശ്യത്തിൽപ്പെടാത്തതായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. ഗാർഹിക ആവശ്യങ്ങളിൽപ്പെടാത്ത എല്ലാ തലത്തിലുമുള്ള കെട്ടിടങ്ങളുടെയും എല്ലാ അടിസ്ഥാന സൗകര്യ പദ്ധതികളും ഉൾപ്പെടെ ഡാമുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, ഭൂഗർഭപാതകൾ, റോഡുകൾ എന്നിവയുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും പൊളിച്ചുമാറ്റലും ഗാർഹിക ഇതര ആവശ്യത്തിൽപ്പെടുന്നു. നിർമ്മാണ സാമഗ്രികൾ, ഉപകരണങ്ങൾ അല്ലെങ്കിൽ അത്തരം യന്ത്രസാമഗ്രികൾ കൊണ്ടുപോകുന്നതും ഗാർഹിക ഇതര ആവശ്യത്തിൽപ്പെടുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുത സംബന്ധമായതോ ഇലക്ട്രോണിക്സ് സംബന്ധമായതോ വൈദ്യുത കാന്തിക സംബന്ധമായതോ മറ്റു തരത്തിലുള്ളതോ ആയ സങ്കീർണമായ യന്ത്രസാമഗ്രികളുടെ സ്ഥാപിക്കലും നാട്ടലും പൊളിച്ചുമാറ്റലും ജലക്കുഴലുകളുടെയും വൈദ്യുത കേബിളുകളുടെയും സ്ഥാപിക്കലും നീക്കം ചെയ്യലും ഉൾപ്പെടെ എല്ലാം ഗാർഹിക ഇതര ആവശ്യത്തിൽപ്പെടുന്നു. നിരവധി വിഷയങ്ങൾ ഗാർഹിക ഇതര ആവശ്യത്തിൽ വരുന്നുണ്ട്. ഗാർഹിക ആവശ്യങ്ങളും ഗാർഹിക ഇതര ആവശ്യങ്ങളും 2ആയിട്ടാണ് ഈ നിയമം സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഈ ആക്ടിൻ്റെ 4-ാം വകുപ്പനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തൊഴിലാളികളെ നിയമിക്കുവാനുള്ള അവകാശം തൊഴിലുടമയ്ക്കുണ്ടായിരിക്കുമെന്ന് വളരെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. 1978 ചുവട്ട് തൊഴിലാളി ആക്ടിൽ എന്തു തന്നെ പറഞ്ഞാലും ഒരു തൊഴിലുടമയ്ക്ക് ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായോ അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചോ തൊഴിലാളികളെ നിയമിക്കാം. നിയമിച്ച തൊഴിലാളികളെ കൊണ്ട് കയറ്റിറക്ക് ജോലി ചെയ്യിപ്പിക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം തൊഴിലുടമയ്ക്കുണ്ടാകുമെന്ന് 4-ാം വകുപ്പ് വളരെ കൃത്യമായി നിർവചിക്കുന്നു. ഇതിനെ സംബന്ധിച്ചാണ് പലപ്പോഴും പൊതുനിരത്തിൽ തർക്കങ്ങൾ രൂപപ്പെടുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള കയറ്റിറക്ക് ആക്ടിനെക്കുറിച്ചാണ്. പൊതുസമൂഹത്തിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമത്തിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം.